ഹലോ ഹായ്. ഇന്ത്യയിൽ തന്നെ ഒരു പ്രമുഖ സർവേയിൽ ഇന്ത്യയിലെ ഏറ്റവും അധികം ആളുകൾ കാണാൻ കാത്തിരിക്കുന്ന എന്നൊരു ഖ്യാതിയോടെ വന്ന ഒരു സിനിമ പുഷ്പ ടു ദ റൂൾ. താഴത്തില്ലട, സത്യം പറഞ്ഞ താഴത്തില്ലട എന്നല്ല, നമ്മൾ കാണുന്ന പ്രേക്ഷകർ പൊങ്ങത്തില്ലടാ എന്നുള്ള അവസ്ഥയിലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറയരുതല്ലോ. 2024 അവസാനിക്കാൻ പോവാണ്. അപ്പൊ ഈ വർഷം വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് പോയി കണ്ട സിനിമകളെല്ലാം നല്ല വട്ടത്തിലും നീളത്തിലും ഊഞ്ഞാല ഊഞ്ഞാലാട്ടിയിട്ടുള്ളൂ. അപ്പോൾ ആ ലിസ്റ്റിലേക്ക് ഒരു സിനിമ പുഷ്പ ടു, എനിക്ക് അങ്ങനെയാ തോന്നിയത്. സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സുകുമാർ. അദ്ദേഹം തന്നെ എഴുതി, അദ്ദേഹം തന്നെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു. പക്ഷെ ഒരു എന്താ പറയാ, ഒരു കാട്ടവരാധം രീതിയിലോട്ടൊന്നും പോയിട്ടില്ല, ജസ്റ്റ് എസ്കേപ്പ്. പക്ഷെ എന്നാലും ചിലയിടങ്ങളിൽ അപരാധമായിട്ടൊക്കെ തോന്നി. അത് പ്രത്യേകിച്ച് പെർഫോമൻസിന്റെ കാര്യത്തിൽ എന്താ പറയാ, ഇമോഷണലി അവർ കുറെ ഇമോഷൻസ് കുറെ കുത്തിക്കയറ്റാൻ നോക്കി. വെറുപ്പിച്ചിട്ടുണ്ട് നമ്മുടെ രശ്മിക മന്ദാന. ഒരു സീൻ മൊത്തം ഒരു ക്ഷേത്രത്തിൽ വെച്ചിട്ടുള്ള ഒരു സീനിൽ ഒരു എന്താ പറയാ, നാടകമാണോ എന്ന് തോന്നിപ്പോയി. ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ്. കാരണം രശ്മിക മാത്രമേ അവിടെ പെർഫോം ചെയ്യുന്നുള്ളൂ, ഡയലോഗ് പറഞ്ഞുകൊണ്ട്. അവിടെ നല്ല രീതിക്ക് വെറുപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇമോഷണലി അവർ കൊണ്ടുവരാൻ ശ്രമിച്ചേക്കുന്ന സാധനങ്ങളെല്ലാം പല സ്ഥലത്തും എനിക്ക് പാളിപ്പോയിട്ടുണ്ട്. ക്ലൈമാക്സിൽ മാത്രം ചെറുതായിട്ടൊന്ന് വർക്കായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും പാളിപ്പോയി. നമ്മുടെ ഈ പുഷ്പയുടെ ആദ്യത്തെ ഭാഗത്തിൽ വന്ന പോലെ തന്നെ ഒരു ആക്ഷൻ മാസ് കാണിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവർ കൊടുത്തിട്ടുള്ളത് സിറ്റുവേഷൻ മാസാണ്. പക്ഷേ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ പോരായ്മ നടക്കുന്നത്, സിനിമ ആദ്യ ഭാഗത്തെ എന്താ പറയാ പുഷ്പയല്ല, രണ്ടാം ഭാഗത്തിൽ എന്താ പറയാ ഒരു വലിയൊരു കോടീശ്വരനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബ്രാൻഡായിട്ട് മാറിയ പുഷ്പനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ തുടക്കത്തിലെ കുറേ സാധനങ്ങൾ കാണിച്ചു വരുന്നു, സിറ്റുവേഷനലി മാസ് കാണിച്ചു വരുന്നു. പക്ഷെ തുടക്കമൊക്കെ നമുക്ക് ഓക്കെ ആയിരുന്നു, കൊള്ളാം, മാസ് കാണിക്കാനുള്ള കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചു. പക്ഷെ ഇത് കഥയിലോട്ട് കയറുന്നില്ല. ഇത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. മാസ് കാണിക്കുന്നു, ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെയും സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, മാസ് കാണിക്കുന്നു. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ ഇത് കഥയിലോട്ട് കയറണ്ടേ, കഥയിലോട്ട് കയറണില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്റർവെല്ലിന് തൊട്ട് മുൻപായിട്ടാണ് കഥയിലോട്ട് കയറുന്നത്. അപ്പൊ നമ്മള് ഫഹദ് ഫാസിലിനെ കുറച്ച് മുമ്പേ എവിടെയും കാണിക്കുന്നുണ്ട്. തുടക്കം കഴിഞ്ഞ് ഒരു ഇത്തിരി കഴിഞ്ഞപ്പോൾ തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷെ പിന്നെ ഫഹദ് ഫാസിലിനെ കാണിക്കുന്നില്ല. പിന്നെ ഫഹദിന്റെ ഒരു റീഇൻട്രോ പോലെയൊക്കെ കാണിച്ചിട്ട് ഒരു എന്താ പറയാ, ഇന്റർവെല്ലിന് തൊട്ട് മുമ്പാണ് പിന്നെ അവിടെ നിന്ന് ചാർജ് ആവണം, കഥയിലോട്ട് കയറുന്നത്. പക്ഷെ നിരാശയോടെ പറയട്ടെ, ഞാൻ ഫഹദ് ഫാസിലിന്റെ നല്ലൊരു പെർഫോമൻസും അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു ക്യാരക്ടർ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്താ പറയാ, നശിപ്പിച്ചു കളഞ്ഞു. ഇതിലും ഭേദം ഫഹദ് സെക്കൻഡ് പാർട്ടിൽ ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഫഹദിനെ കൊന്നാൽ മതിയായിരുന്നു. ആ രീതിയിൽ. കാരണം നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ക്ലൈമാക്സിൽ ഫഹദിനെ കൊണ്ടുവന്ന് നിർത്തുന്നത് സെക്കൻഡ് പാർട്ട് പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതി എന്നുള്ളൊരു രീതിയിലാണ്. പക്ഷെ ഇതിൽ വെറുതെ കോമഡി പീസാക്കി കളഞ്ഞു. ഒരു തരത്തിലൊരു സൈക്കോ പരിപാടി കൊടുത്തേക്കുന്നു, ഫുള്ള് സൈക്കോ. അത് വെറും കോമഡി പീസ് ആയിക്കണം. ഇപ്പൊ ഈ തമിഴ് സിനിമയിലൊക്കെ നമ്മുടെ ഹിന്ദിയിലുള്ള ആക്ടേഴ്സിനെ കൊണ്ടൊന്ന് കോമഡി പീസ് ആക്കൂലേ, അതുപോലുള്ള ഒരു പരിപാടിയായി പോയി. ഒട്ടും വർക്കായില്ല. ഇമോഷണലി പരിപാടി വർക്കായില്ല. പിന്നെ ആക്ഷൻ ഒന്ന് രണ്ട് പരിപാടികളൊക്കെ കൊള്ളാം. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴാണ് എനിക്ക് തീരെ അൺസഹിക്കബിൾ ആയിട്ട് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് പിന്നെയും കുഴപ്പമില്ലാതെ കണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫ് ക്ലീശേ കഥ, ക്ലീശേ സ്റ്റോറി ലൈനും അതെ, ടെല്ലിങ്ങും അതെ, മൊത്തത്തിൽ ക്ലീശേ പരിപാടി. ഒരു ക്ലീശേ സാധനമൊക്കെ കൊടുത്തിട്ട് അവസാനം എൻഡിങ് ഒക്കെ എന്താണ് ഇത് മൊത്തത്തിൽ ഫ്ലാറ്റാക്കി. മൊത്തത്തിൽ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എൻ്റെ തേർഡ് പാർട്ടിനും കൂടി വെച്ചിട്ട് ഇവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവണില്ല. സത്യം പറഞ്ഞാൽ കാട്ടപരാധത്തിലോട്ട് പോവാതിരുന്നത് ടെക്നിക്കലി ഈ സിനിമ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയോണ്ടാണ്. എഡിറ്റിങ്ങും അതുപോലെ തന്നെ ക്യാമറ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു പരിധിവരെ ഒക്കെ ആയിരുന്നു. പക്ഷെ പാട്ടുകളൊക്കെ വൻ ശോകമായിരുന്നു. ദേവിശ്രീ പ്രസാദിന്റെ ഈ വർഷം അദ്ദേഹത്തിന്റെ മോശം വർക്കുകളായിട്ട് വരും. അതിനകത്ത് ഒരെണ്ണമാണ് പുഷ്പ ടു. ഫസ്റ്റ് പാർട്ടിൽ നല്ല അടിപൊളി പാട്ടുകൾ ഉണ്ടായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൂപ്പറായിരുന്നു. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുഴപ്പമില്ല, പക്ഷെ പാട്ടുകളെല്ലാം ഒട്ടും വർക്കായില്ല. ആ മലയാളത്തിൽ തുടങ്ങുന്ന പാട്ട് മാത്രം കുറച്ചൊന്ന് കൊള്ളാം എന്ന് തോന്നി, ബാക്കിയെല്ലാം വർക്കായില്ല. പിന്നെ ഇതിന്റെ ഒരു ഇമോഷണലി ഒരു പരിപാടി ഇവർ പിടിക്കാൻ നോക്കിയത് ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ അല്ലു അർജുന് മേൽവിലാസമില്ല, അഡ്രസ് ഇല്ലാത്തവൻ എന്നുള്ള രീതിയിൽ ഇവനെ കളിയാക്കുന്നതും പരിപാടികളൊക്കെ, ആ സാധനം തന്നെ ഇവര് സെക്കൻഡ് പാർട്ട് ഈ പുഷ്പ ടൂവിൽ എടുത്തു വെച്ചിട്ടുണ്ട്.
പക്ഷെ അത് തുടക്കത്തിലൊക്കെ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഇത് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് അഡ്രസ്സ് ഇല്ലാത്തവൻ എന്നുള്ളത് ഉത്സവപ്പറമ്പിൽ കളിയാക്കുന്നു, അവിടെ കളിയാക്കുന്നു, ഇവിടെ കളി, ഇതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താണ് ഇത് ഇവന് അഡ്രസ്സ് ഇല്ലാത്തത് നന്നായി എന്ന് തോന്നും. ആ രീതിയിലാണ് ഇതിങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കണം. ഇത് ഇമോഷണൽ പരിപാടി പിടിക്കാൻ നോക്കിയ ഒരു 1-2 തവണ പരിപാടി അവിടെ നിർത്തണം. ഇത് തന്നെ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു പരിപാടി ഉണ്ട്. ഒരു വെറൈറ്റി പരിപാടി പിടിച്ചിട്ടുണ്ട്. ഒരു ഐറ്റം ഡാൻസിൽ ഭാര്യനെ കൊണ്ടു നിർത്തുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. വേറെ സിനിമകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഐറ്റം ഡാൻസിൽ ഭാര്യനെ കൊണ്ട് നിർത്തിയൊക്കെയാണ്. ഐറ്റം ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ ഭാര്യയുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു വെറൈറ്റി പരിപാടി ആയിപ്പോയി എന്തായാലും. ടോട്ടലി എനിക്ക് എന്താ പറയുക, പെർഫോമൻസ് വൈസ് രശ്മികാന്തിനെ ഞാൻ തുടക്കത്തിൽ നന്നായിട്ട് വെറുപ്പിച്ചിട്ടുണ്ട്. ടെക്നിക്കലി മാത്രം എനിക്ക് ഒന്ന് ഓക്കെ ആയിട്ട് തോന്നിയുള്ളൂ. ബാക്കി എല്ലാ പോർഷനും എനിക്ക് വളരെ വീക്കായിട്ട് തോന്നി. പിന്നെ സിനിമയുടെ ദൈർഘ്യം, ഞാൻ സിനിമ കാണുന്നതിന് മുമ്പേ ഞാൻ നോക്കിയത് 3 മണിക്കൂറും 20 മിനിറ്റും ഉണ്ട്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിൽ ഏകദേശം ഉറപ്പിച്ചിരുന്നു ഇത് പണി പാളാനുള്ള സാധ്യതയാണ് 3 മണിക്കൂർ 20 മിനിറ്റ് എന്നുള്ളത്. എന്താണ് ഈ 3 മണിക്കൂർ? സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഒരു അമ്പലത്തിന്റെ ഒരു സീൻ ടോട്ടലി അങ്ങോട്ട് ഒഴിവാക്കിയിരുന്നെങ്കിൽ ഒരു 10 മിനിറ്റ് കുറഞ്ഞ് കിട്ടിയാനെ. പിന്നെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അത് ഒന്ന് കട്ട് ചെയ്തിരുന്നെങ്കിൽ പിന്നെ ഒരു 8 മിനിറ്റ് അങ്ങനെ പറഞ്ഞേനെ. അങ്ങനെ ടോട്ടലി ഒരു അരമണിക്കൂറിന് മുകളിൽ കട്ട് ചെയ്ത് കളയാനുള്ള സാധനം ഉണ്ടായിരുന്നു. ഇവരിത് ഇങ്ങനെ വെച്ച് പൊളിപ്പിച്ച് അതിൻ്റെ ഇടയ്ക്ക് കുറേ പാട്ടും ഒരു പാട്ട് കട്ട് ചെയ്ത് കളയായിരുന്നു. അപ്പോൾ വീണ്ടും 5 മിനിറ്റ്. ഇതിങ്ങനെ കട്ട് ചെയ്ത് ക്രിപ്സി ആക്കിയിരുന്നെങ്കിൽ പിന്നെയും എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വലിച്ച് നീട്ടി പരത്തി വെച്ചേക്കാണ്. എന്താ പറയുക, 4 മണിക്ക് പോയിട്ട് അയ്യോ വല്ലാത്തൊരവസ്ഥയായി പോയി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയണില്ല ഇതിനെപ്പറ്റി. നിങ്ങൾ കണ്ടിട്ട് തന്നെ വിലയിരുത്തുക. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും വരാം.